നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് സ്ഥാപകനുമായ ഇമ്രാൻഖാന്റെ മക്കൾ തങ്ങളുടെ അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും തങ്ങളുടെ പിതാവിനെ കാണാൻ കഴിഞ്ഞേക്കില്ലെന്ന് ഭയപ്പെടുന്നുവെന്ന് സുലൈമാനും ഖാസിം ഖാനും ഒരു അന്താരാഷ്ട്ര ചാനലിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. 2023 ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലാണ്. കുറച്ചുകാലമായി അദ്ദേഹത്തിന് മറ്റുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പാകിസ്ഥാൻ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവ് ഇന്ന് അഴികൾക്കുള്ളിൽ കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചും ഇമ്രാൻഖാൻ എന്ന രാഷ്ട്രീയ തടവുകാരന്റെ ജീവനെക്കുറിച്ചും ലോകമെമ്പാടും ചർച്ചകൾ കൊഴുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ലണ്ടനിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളായ ഖാസിം ഖാനും സുലൈമാൻ ഖാനും പങ്കുവച്ച ആശങ്കകൾ ആഗോള ശ്രദ്ധ നേടുന്നത്. പിതാവിന്റെ തടങ്കൽ കേവലം ഒരു നിയമ നടപടിയല്ല എന്നും മറിച്ച് പാകിസ്ഥാന്റെ ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണെന്നുമാണ് സ്കൈ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖ്യത്തിൽ ഇരുവരും വ്യക്തമാക്കിയത്. സുലൈമാൻ ഖാൻ തന്റെ പിതാവിന്റെ ജയിൽ മുറിയെ ഒരു മരണമുറി എന്നാണ് വിശേഷിപ്പിച്ചത്. പിതാവ് ഒരു ദിവസം 23 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്നു. ഇമ്രാൻഖാൻ ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് വെള്ളിയാഴ്ച ഒരു സൈനിക വക്താവ് പ്രഖ്യാപിച്ചതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായ വളരെ മോശം സാഹചര്യങ്ങളിലാണ് തന്റെ പിതാവിനെ തടവിലാക്കിയിരിക്കുന്നതെന്നും സുലൈമാൻ ഖാൻ കുറ്റപ്പെടുത്തി. ജയിലിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അധികാരികൾ അദ്ദേഹത്തെ ഇരുട്ടറയിൽ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ആഴ്ചതോറും മക്കളെ വിളിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഇമ്രാന്റെ മുൻ ഭാര്യ ജമീമ ഗോൾഡ് സ്മിത്ത് ആരോപിച്ചിരുന്നു. നിലവിൽ ലണ്ടനിൽ താമസിക്കുന്ന ബ്രിട്ടീഷുകാരായ മക്കൾ സുലൈമാൻ, ഖാസിം ഖാൻ എന്നിവരിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആഴ്ചതോറുമുള്ള ഫോൺ വിളികൾ സെപ്റ്റംബർ 10 മുതൽ ലഭിക്കുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. കൂടാതെ പാകിസ്ഥാൻ അധികാരികൾ എല്ലാ കോടതി വിചാരണകളും മാറ്റിവെച്ചതായും മുൻ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സന്ദർശനങ്ങൾ പൂർണ്ണമായും നിർത്തൽ ചെയ്തതായും അവർ ആരോപിച്ചു. ജയിലിൽ അദ്ദേഹത്തിന്റെ സെല്ലിലെ ലൈറ്റുകളും വൈദ്യുതിയും ഓഫാക്കിയെന്നും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നുമുള്ള റിപ്പോർട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇമ്രാൻഖാനോട് മാത്രമല്ല, പാകിസ്ഥാൻ സർക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളോടും മോശമായി പെരുമാറുകയാണെന്നും അവരെയും എല്ലാ രാഷ്ട്രീയ എതിർപ്പിനെയും നിശബ്ദരാക്കാനുള്ള ശ്രമമാണെന്നും ഗോൾഡ് സ്മിത്ത് ആരോപിച്ചു. 1995 ബ്രിട്ടീഷ് പൗരയായ ജമീമ ഗോൾഡ് സ്മിത്തിനെ ഇമ്രാൻഖാൻ വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ 2004 അവരെ വിവാഹമോചനവും ചെയ്തു. ജനാധിപത്യത്തിന്റെ മുഖംമൂടിയണിഞ്ഞ ഒരു സൈനിക സ്വേച്ഛാധിപത്യമാണ് നിലവിൽ പാകിസ്ഥാനിൽ നടമാടുന്നതെന്ന് മക്കൾ ആരോപിക്കുന്നു. രാഷ്ട്രീയ ശത്രുക്കളെ നിശബ്ദനാക്കാൻ ഭരണകൂടവും സൈന്യവും കൈകോർക്കുന്ന ഭീതിതമായ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. തടവിലാക്കപ്പെട്ട പിതാവിനെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇനി ഒരിക്കലും പിതാവിനെ നേരിൽ കാണാൻ സാധിക്കില്ലേ എന്ന വലിയ ഭീതിയിലാണ് തങ്ങളെന്നും ലോകത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് നീങ്ങണമെന്നും അവർ വൈകാരികമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. തികച്ചും നിസ്സഹായരായ 2 പുത്രന്മാരുടെ വാക്കുകൾ എന്നതിലുപരി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നേരിടുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായാണ് ഈ വെളിപ്പെടുത്തലുകൾ വിലയിരുത്തപ്പെടേണ്ടത്. പിതാവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയത്തിനോടൊപ്പം തന്നെ തങ്ങളുടെ ജന്മനാട് നേരിടുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കൂടിയാണ് ഖാസിമും സുലൈമാനും അന്താരാഷ്ട്ര മാധ്യമത്തിനു മുന്നിൽ ഉയർത്തിയത്. ഈ ആമുഖത്തിന് പിന്നാലെ ഇമ്രാൻഖാൻ ജയിലിൽ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളെക്കുറിച്ചും വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടി വരും. അഡിയാല ജയിലിൽ അതീവ ദയനീയമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇമ്രാൻഖാൻ കഴിയുന്നതെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു. തടവുകാർക്ക് ലഭിക്കേണ്ട അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളൊന്നും തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല. വെളിച്ചമില്ലാത്ത, ഇടയ്ക്കിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന, ശുചിത്വമില്ലാത്തൊരു സെല്ലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിനെ മരണസെൽ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധികൾ പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടും ഇമ്രാൻഖാന് തന്റെ സ്വകാര്യ ഡോക്ടറെ കാണാനോ കൃത്യമായ നിയമസഹായം ഉറപ്പാക്കാനോ ഭരണകൂടം അനുവദിക്കുന്നില്ല. ജയിൽ സന്ദർശനത്തിനായി കോടതി ഉത്തരവുണ്ടായിട്ടും ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും കാണാൻ അധികൃതർ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നത് തുടരുക തന്നെയാണ്. ജനുവരിയിൽ പിതാവിനെ സന്ദർശിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകാൻ മക്കൾ പദ്ധതിയിടുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും വിസ ലഭിക്കുന്ന കാര്യത്തിൽ ഇരുവരും ആശങ്കയിലാണ്. നേരത്തെ പലരും തങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അവർ പറയുന്നു. മരണം വരെ പോരാടാൻ ഉറച്ച പിതാവ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്ന് സുലൈമാൻ വ്യക്തമാക്കി.
പാകിസ്ഥാനെ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമാണെന്നും സുരക്ഷിതമായ ഒരു ജീവിതം തേടി ഇംഗ്ലണ്ടിലേക്ക് വരാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും കാസിം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം വഴി മാത്രമേ അദ്ദേഹത്തിന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൂ എന്ന് മക്കൾ വിശ്വസിക്കുന്നു. ഇമ്രാൻഖാന്റെ ജനപ്രീതിയെയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അദ്ദേഹം പുറത്തിറങ്ങുന്ന നിമിഷം നിലവിലെ സർക്കാരിന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതികളിലൂടെയും സൈനിക അധികാരങ്ങളിലൂടെയും അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന മുത്തശ്ശി ലേഡി അന്നബെൽ ഗോൾഡ് സ്മിത്തിന്റെ മരണം പോലും പിതാവിനെ നേരിട്ട് അറിയിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മക്കൾ സങ്കടത്തോടെ പറഞ്ഞു. വരും ദിവസങ്ങളിൽ ബ്രസൽസും ജനീവയും സന്ദർശിച്ച് ഇമ്രാൻഖാന്റെ മോചനത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ക്യാമ്പയിനുകൾ നടത്താനാണ് സഹോദരങ്ങളുടെ തീരുമാനം. മലയാളി വാർത്ത പ്ലസ്.